സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നടക്കുന്ന ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ് ഇന്ത്യൻ ജനത. അഴിമതിയിൽ സർവകാല റെക്കോർഡിട്ട രണ്ടാം UPA സർക്കാർ ഇന്ത്യയിലെ ഏറ്റവും ജനവിരുദ്ധമായ ഗവൺമെന്റ് എന്ന പ്രതിച്ഛായയോടെയാണ് പടിയിറങ്ങുന്നത്. മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും എക്കാലത്തെയും വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് ഹിന്ദുത്വ വലതുപക്ഷം. കോൺഗ്രസ് BJP ഇതര ജനാധിപത്യ സർക്കാരുകൾ ഇന്ത്യയിൽ രൂപപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം നിർണായകമായ പങ്കുവഹിച്ച ഇടതുപക്ഷം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ജനങ്ങളുടെ ആശ്രയമാകാൻ പോകുന്നത്. ഭാവി ഇന്ത്യയുടെ ദിശ നിർണയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിന് ഇടതുപക്ഷ നേതൃത്വത്തിൽ പുതിയൊരു രാഷ്ട്രീയം ഉദയം ചെയ്യേണ്ടതുണ്ട്. കാലത്തിന്റെ അനിവാര്യതയായി രാജ്യത്ത് രൂപം കൊള്ളുന്ന ഇടതുപക്ഷ മുന്നേറ്റത്തിൽ വ്യവസായ നഗരമായ എറണാകുളത്തെ പ്രതിനിധീകരിക്കാൻ ഇത്തവണ LDF അവതരിപ്പിക്കുന്നത് തെളിഞ്ഞ വികസന കാഴ്ചപ്പാടുള്ള ഊർജ്ജസ്വലനായ ഒരു സ്ഥാനാർത്ഥിയെയാണ്. ഭരണ സംവിധാനത്തിന്റെ വ്യത്യസ്ത ശ്രേണികളിൽ ബഹുമുഖമായ ഉത്തരവാദിത്വങ്ങൾ കർമ്മകുശലതയോടെ നിറവേറ്റിയ ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസ്. അധികാരവീഥിയിലെ ഒരു വേറിട്ട മുഖമാണ് അദ്ദേഹം. തികച്ചും ജനകീയൻ, ആർക്കും ഏത് സമയത്തും തങ്ങളുടെ പ്രശ്നങ്ങളുമായി സമീപിക്കാവുന്ന ഭരണമേധാവി. സിവിൽ സർവീസിനെ ജനോന്മുഖമാക്കുന്നതിൽ മാതൃകയാക്കാവുന്ന ജീവിതമാണ് ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസിന്റേത്. ജില്ലാ കളക്ടർ മുതൽ രാഷ്ട്രപതിയുടെ സെക്രട്ടറി വരെയുള്ള പദവികളിൽ തുടരുമ്പോഴും ഏറ്റവും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്കായി ഔദ്യോഗിക പദവികൾ ഉപയോഗപ്പെടുത്തി എന്നതാണ് ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസിനെ വ്യത്യസ്തനാക്കുന്നത്. ഒരിടത്തരം കുടുംബത്തിലാണ് ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസ് ജനിച്ചത്. പ്രഗത്ഭനായ അധ്യാപകനായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ലിയോൺ ഫെർണാണ്ടസ്. 1.25 വയസ്സിൽ പിതാവിനെ നഷ്ടപ്പെട്ട ക്രിസ്റ്റി മാതാവിന്റെ സംരക്ഷണയിലാണ് വളർന്നത്. തികച്ചും സാധാരണമായ ചുറ്റുപാടുകളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ക്രിസ്റ്റി ഫെർണാണ്ടസ് പൊരുതി നേടിയ അക്കാദമിക നേട്ടങ്ങൾ നിരവധിയാണ്. കേരള സർവകലാശാലയിൽ നിന്ന് 1ാം റാങ്കോടെയാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയത്. പഠന മികവിനുള്ള ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. യൂണിവേഴ്സിറ്റി മെറിറ്റ് സ്കോളർഷിപ്പ്, നാഷണൽ മെറിറ്റ് സ്കോളർഷിപ്പ്, CSIR റിസർച്ച് ഫെലോഷിപ്പ് എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചു. ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ PG ഡിപ്ലോമ കരസ്ഥമാക്കിയ അദ്ദേഹം മത്സ്യസമ്പത്തിന്റെ വികസനവും മാനേജ്മെന്റും എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റും നേടി. അഹമ്മദാബാദിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ദ എനർജി ആൻഡ് റിസോഴ്സസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ പരിശീലന പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. 1973 IAS പ്രവേശിച്ച ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസിന് ഗുജറാത്ത് കേഡറാണ് ലഭിച്ചത്. അസിസ്റ്റന്റ് കളക്ടറായി സർവീസ് ആരംഭിച്ച അദ്ദേഹം ഖേര ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള സുപ്രധാന പദവികൾ വഹിച്ചിട്ടുണ്ട്. 39 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിൽ 23 വർഷവും അദ്ദേഹം കേന്ദ്ര സർവീസിൽ ആയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തരം, പെട്രോളിയം, ധനകാര്യം, വാണിജ്യം, വ്യവസായം, നഗരവികസനം, ടൂറിസം എന്നീ സുപ്രധാന മന്ത്രാലയങ്ങളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നീ ചുമതലകൾ അദ്ദേഹം വഹിക്കുകയുണ്ടായി. നേതൃമികവിന്റെയും ഭരണശേഷിയുടെയും തിളങ്ങുന്ന മാതൃകയാണ് ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസിന്റെ ഔദ്യോഗിക ജീവിതം. കയർ ബോർഡിന്റെയും 35ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഭരണത്തലപ്പത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പൊതുമേഖലാ സ്ഥാപനമായി എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ തെരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റി ഫെർണാണ്ടസിന്റെ സാരഥ്യത്തിലാണ്. പരിസ്ഥിതി മാനേജ്മെന്റിനുള്ള ഗോൾഡൻ പീകോക്ക് പുരസ്കാരവും രാഷ്ട്രപതി ഭവനിൽ പദ്ധതി നടപ്പാക്കിയതിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചു. ഉൽപാദന മികവിനുള്ള നാഷണൽ പ്രൊഡക്ടിവിറ്റി പുരസ്കാരം ഫിഷറീസ് സെൻട്രൽ കോഓപ്പറേറ്റീവ് അസോസിയേഷന് ലഭിച്ചതും ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസിന്റെ നേതൃമികവിലാണ്. തൊഴിലാളികൾക്കായി നടപ്പാക്കിയ ഒട്ടേറെ ക്ഷേമ പദ്ധതികളുടെ ഉപജ്ഞാതാവാണ് അദ്ദേഹം. ചരിത്രത്തിൽ ആദ്യമായി കയർ തൊഴിലാളികൾക്ക് കയർ ബോർഡ് ക്ഷേമ പദ്ധതി ഏർപ്പെടുത്തിയത് ക്രിസ്റ്റി ഫെർണാണ്ടസ് ചെയർമാനായിരിക്കുമ്പോഴാണ്. മത്സ്യബന്ധന മേഖലയിൽ ആവിഷ്കരിക്കപ്പെട്ട ഒട്ടേറെ പദ്ധതികളുടെ സൂത്രധാരനാണ് അദ്ദേഹം. കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തുന്ന ആർക്കും എപ്പോഴും ആശ്രയിക്കാവുന്ന വ്യക്തിയായിരുന്നു ക്രിസ്റ്റി ഫെർണാണ്ടസ്.
ഔദ്യോഗിക പദവിയുടെ ഭാരങ്ങളില്ലാതെ അദ്ദേഹം എല്ലാവർക്കുമായി മനസ്സ് തുറന്നുവെച്ചു. ഇപ്പോൾ കറപ്ഷൻ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസിനെ പോലുള്ള ആൾക്കാർ ഒരുപാട് വർഷം IAS ഉണ്ടായിരുന്നിട്ടും 33 വർഷം സർവീസിലുള്ള ആളാണ്. അദ്ദേഹത്തെ പറ്റി ഇന്നേ വരെ ഇങ്ങനെ ന്യൂസോ അങ്ങനെ അലിഗേഷൻസോ ഒന്നും വന്ന് കേട്ടിട്ടില്ല. ഒരുപാട് സ്ഥാപനങ്ങളുടെ ഹെഡായിട്ടിരുന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ആഗ്രഹം അദ്ദേഹത്തെ പോലുള്ളവർ പാർലമെൻറ്റിൽ തീർച്ചയായിട്ടും വരണമെന്നാണ്. ഇപ്പോൾ നമ്മുടെ സമൂഹം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് വിലവർധനവ്. പ്രത്യേകിച്ച് സാധാരണക്കാരായ ജനങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് വിലവർധനവ് മൂലം. പെട്രോളിനും പച്ചക്കറികൾക്കൊക്കെ വളരെ വില കൂടുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ക്രിസ്റ്റി ഫെർണാണ്ടസിനെ പോലെ നല്ലൊരു സ്റ്റാൻഡുള്ള ഒരാൾ വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വിപുലമായ അനുഭവ സമ്പത്തും ഭരണപരിചയവും ജനപക്ഷ നിലപാടുമുള്ള അനുപമമായ വ്യക്തിത്വമാണ് നമ്മുടെ സ്ഥാനാർത്ഥി ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസ്. എറണാകുളത്തിന്റെ വികസനാവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തിയുള്ള ഏറ്റവും മികച്ച പ്രതിനിധിയായിരിക്കും ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസ്. അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷമുണ്ട്, വലതുപക്ഷമുണ്ട്. ഈ കൊച്ചി സ്ഥാനാർത്ഥിയായി ക്രിസ്റ്റി ഫെർണാണ്ടസ് എന്നൊരു സ്ഥാനാർത്ഥിയാണ് ഞാൻ അനുകൂലിക്കുന്നത്. അദ്ദേഹം 39 കൊല്ലത്തോളം ഒരു IAS ഉദ്യോഗസ്ഥനായി പൊതു സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് അയാളുടെ പേരിൽ അഴിമതിക്ക് യാതൊരു ആരോപണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതൊരു വലിയ നേട്ടമാണെന്ന് ഞാൻ കരുതുന്നു. ഫെർണാണ്ടസ് പല സ്ഥാപനങ്ങളുടെയും തലപ്പത്തുണ്ടായിരുന്നു. അവിടെയൊക്കെ വൃത്തിയായിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള, അഴിമതി രഹിതമായിട്ടുള്ള പ്രവൃത്തിയിൽ നേട്ടം കൈവരിച്ചിട്ടുള്ളതായ ഒരു മനുഷ്യനാണ് ഫെർണാണ്ടസ്. ആ അടിസ്ഥാനത്തിൽ ഞാൻ അദ്ദേഹത്തെ പിന്താങ്ങുന്നു. അദ്ദേഹം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് സത്യസന്ധമായിട്ടുള്ളതായ സ്ഥാനാർത്ഥി ഈ രാജ്യത്തിൽ ആവശ്യമാണ്. അഴിമതി 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 എന്ന് എങ്ങ് കേട്ടാലും കാണുന്നതായ ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഫെർണാണ്ടസിനെ സഹായിക്കണമെന്ന് ഞാൻ നാട്ടുകാരോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. കേന്ദ്രമന്ത്രിസഭയിൽ എറണാകുളത്തിനുണ്ടായ പ്രാതിനിധ്യം ഇവിടുത്തെ അടിയന്തരാവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് പ്രയോജനപ്പെട്ടില്ല എന്നതിന് കാലം സാക്ഷിയാണ്. FACTയും HMTയും ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർക്കപ്പെടുകയാണ്. കൊച്ചിയുടെ ചിരകാല സ്വപ്നമായ മെട്രോ റെയിൽ പദ്ധതി പോലും അട്ടിമറിക്കപ്പെടാൻ കളമൊരുങ്ങിയതാണ്. രാജ്യത്തിന്റെ അഭിമാനമായ DMRCയെ ഒഴിവാക്കാനുള്ള കുടില നീക്കങ്ങൾ ജനകീയ പ്രതിരോധത്തിന് മുന്നിലാണ് പരാജയപ്പെട്ടത്. എൻ്റെ ഔദ്യോഗിക ജീവിതകാലത്ത് എൻ്റെ മുമ്പിൽ വന്നിരുന്ന ഓരോ ഫയലും അല്ലെങ്കിൽ ഓരോ കടലാസും ഞാൻ അതിന് വെറും കടലാസായിട്ട് മാത്രമല്ല നോക്കിയിരുന്നത്. ഓരോ കടലാസും ഓരോ ഫയലും മുമ്പിൽ വരുമ്പോൾ ഒന്നുകിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ അനേകം വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ആ ഫയലിൻ്റെ പിന്നിൽ ഉണ്ട് എന്നെൻ്റെ മനസ്സിൽ ഉയരുമായിരുന്നു. ആ അവസരങ്ങളിലൊക്കെയും മനുഷ്യരുടെ പ്രശ്നങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. മനുഷ്യോന്മുഖമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്നുള്ള ഒരു സമീപനമായിരുന്നു എപ്പോഴും ഞാൻ സ്വീകരിച്ചിരുന്നത്. ഞാൻ എപ്പോഴും വികസനത്തിൽ ശ്രദ്ധയൂർന്നിയ വ്യക്തിയാണ്. വികസനമെന്ന് പറയുമ്പോൾ വികസനത്തിന് വേണ്ടിയുള്ള വികസനം അതായിരുന്നില്ല എൻ്റെ ശ്രദ്ധ. വികസനം എല്ലാവർക്കും ഗുണപ്രദമായിരിക്കണം. സാമൂഹിക നീതിയും സാമ്പത്തിക നീതിയും ഉറപ്പുവരുന്ന തരത്തിലൊരു വികസന സമീപനമായിരിക്കണം എപ്പോഴും ഉണ്ടാവുക. സമാവേശിത്വ സ്വഭാവമുള്ള വികസന സമീപനമായിരിക്കണം ഉണ്ടാവേണ്ടത്. മനുഷ്യമുഖമുള്ള വികസനമായിരിക്കും ഉണ്ടാവേണ്ടത്. മനുഷ്യനെ കേന്ദ്രബിന്ദുവാക്കിയുള്ള വികസനമാണ് ഉണ്ടാവേണ്ടത്. ഇതിൽ ഒക്കെ ഉപരിയായി വികസനം അവസരങ്ങൾ ഉണ്ടാക്കുന്നില്ല എങ്കിൽ ആ വികസനത്തിന് എന്തോ പോരായ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. നല്ല മാറ്റത്തിന് വേണ്ടിയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. വറുചട്ടിയിൽ നിന്നും എരിതീയിലേക്ക് വീഴുന്ന തരത്തിലുള്ള ഒരു മാറ്റം അല്ല ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും. ജനങ്ങളുമായി ഇടപഴകുമ്പോൾ
എനിക്ക് മനസ്സിലാകുന്ന ഇതാണ്. അങ്ങേയറ്റം തീവ്രമായൊരു ആഗ്രഹമാണ് ഈ മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. ആ മാറ്റം ഈ തെരഞ്ഞെടുപ്പിലൂടെ സാധ്യമാകണം. അത് ജനങ്ങളുടെ നന്മയ്ക്കും നാടിൻ്റെ നന്മയ്ക്കും രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്കും അത് ഉപകാരപ്രദമായി തീരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വികസനം എന്നത് ജനതയുടെ ജീവിത നിലവാരം ഉയർത്തലാണെന്ന് മറന്നുപോകുന്ന ഭരണ നേതൃത്വത്തോട് കണക്ക് തീർക്കാനും കാലം ആവശ്യപ്പെടുന്ന മാറ്റത്തിന്റെ പതാകയേന്താനും നമ്മൾ തയ്യാറാവുക. ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസിനെ വിജയിപ്പിക്കുക.